പോലീസ് ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിലെ പ്രതി റിമാൻഡിൽ. വാടാനപ്പള്ളി മുഹമ്മദ് അമീദിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കലാശക്കൊട്ടിന്റെ ഭാഗമായി തൃപ്പയാർ പോളിംഗ് ജംഗ്ഷനിൽ ട്രാഫിക് ഡ്യൂട്ടി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണം തടഞ്ഞതിനാണ് അമീദിനെ അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട് കന്യാകുമാരി നാഗർകോവിലിനടുത്ത് സ്വകാര്യ റിസോർട്ടിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച് ജന്മദിന പാർട്ടി നടത്തിയതിന് 7 പേരെ അറസ്റ്റ് ചെയ്തു. മകളുടെ ജന്മദിനാഘോഷം നടത്തിയ കുലശേഖരം സ്വദേശിയായ ഗോകുലിനെയും ഭാര്യയെയും ലോഡ്ജ് ഉടമ തിരുപ്പതി സാരം സ്വദേശി രാജുവിനെയും ഉൾപ്പെടെ 7 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവർ സമൂഹ മാധ്യമങ്ങളിലൂടെ ക്ഷണക്കത്ത് പോസ്റ്റ് ചെയ്തതായി പോലീസ് കണ്ടെത്തി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവാക്കളടക്കം 50-ലധികം ആളുകൾ പങ്കെടുത്തു. കഞ്ചാവ്, MDMA, LSD തുടങ്ങിയ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചതായും കണ്ടെത്തി. കോയമ്പത്തൂർ നിന്നും കേരളത്തിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള പെൺകുട്ടികളെ പോലീസ് രക്ഷപ്പെടുത്തി. പോലീസ് അന്വേഷണം തുടരുകയാണ്. ഉദ്ഘാടനം കഴിഞ്ഞ പുതിയ അംഗൻവാടിയിലേക്ക് കുട്ടികൾ എത്തിയപ്പോൾ കറന്റുമില്ല, വെള്ളവുമില്ല. കുട്ടികളെ പറഞ്ഞു വിട്ട് ടീച്ചർ. കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിലെ 10ാം വാർഡ് പൊലുകുന്ന് അങ്കണവാടിയിലാണ് സംഭവം. 2 ദിവസമായി ഇവിടെ ക്ലാസ് നടക്കുന്നില്ല. പഴയ അംഗൻവാടിയിൽ നിന്നും അലമാരയും മറ്റ് സാധനങ്ങളും പുറത്തിട്ടിരിക്കുന്ന നിലയിലാണ്. പുതിയ കെട്ടിടത്തിൽ എത്തിയപ്പോഴാണ് കറന്റും വെള്ളവും ഇല്ലാത്തത് അറിഞ്ഞതെന്ന് അംഗനവാടി ടീച്ചർ പറഞ്ഞു. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ വൈരാഗ്യത്തിൽ യുവാവിനെ ആക്രമിച്ച കേസിൽ 2 പേർ പിടിയിൽ. അന്തിക്കാട് സ്വദേശികളായ വിനയൻ, സൈജോ എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത്. മലപ്പുറം വട്ടംകുളം സ്വദേശി വിഷ്ണുവിനെ ആക്രമിച്ച കേസിലാണ് ഇരുവരും തൃശൂരിൽ അറസ്റ്റിലായത്. 2 ആഴ്ച മുൻപ് വിഷ്ണുവും ഭാര്യയും ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ടാക്സി കാറിൽ ഇരിക്കുമ്പോൾ പ്രതികളായ വിനയനും സൈജോയും സ്ഥലത്തെത്തി വിഷ്ണുവുമായി തർക്കത്തിലേർപ്പെട്ടിരുന്നു. ഈ തർക്കം വിഷ്ണു മൊബൈലിൽ വീഡിയോയായി പകർത്തി ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ഈ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. വർക്കലയിൽ സ്വകാര്യ റിസോർട്ടിന് തീപിടിച്ചു. നോർത്ത് ക്ലിഫിലെ കലയിലെ റിസോർട്ടിലാണ് തുടർന്ന് തീപിടിച്ചത്. റിസോർട്ട് പൂർണ്ണമായും കത്തിനശിച്ചു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി. റിസോർട്ടിന് മുന്നിലെ പുരയിടത്തിൽ ജീവനക്കാർ ചവറ് കൂട്ടിയിട്ട് കത്തിച്ചതിന് പിന്നാലെയാണ് തീ പടർന്നത്. കാറ്റിൽ തീപ്പുര റിസോർട്ടിനകത്തേക്ക് പടരുകയും ആളിക്കത്തുകയുമായിരുന്നു. ചിറ്റട ഭാഗത്താണ് ആദ്യം തീ പിടിച്ചത്. തീപിടുത്തത്തിൽ റിസോർട്ടിലെ താമസക്കാരനായ UK പൗരൻ സോളിന് പരിക്കേറ്റു. ഇയാളുടെ കൈക്കാണ് പൊള്ളലേറ്റത്. ഇയാളുടെ രേഖകളടക്കം കത്തി നശിച്ചു എന്നാണ് വിവരം. തീപിടുത്തത്തെ തുടർന്ന് സോളും റിസോർട്ടിലെ താഴ്ത്ത നിലയിലെ മറ്റ് താമസക്കാരും പുറത്തിറങ്ങിയതിനാൽ വൻ അപകടം ഒഴിവായി. അപ്പം പുള്ളി ആഹാരം കഴിക്കുമ്പോൾ സമയത്ത് സ്റ്റാഫുകളും പോയി. ആ സമയത്താണ് സംഭവം നടന്നത്. തൃശൂർ പുതുക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം ഓട്ടോയിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട കാർ വഴിയോരത്തെ പെട്ടിക്കടയിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. പെട്ടിക്കട നടത്തുന്ന പുതുക്കാട് സ്വദേശി ദേവദാസ്, കടയുടെ മുൻപിൽ നിന്നിരുന്ന ലോട്ടറി കച്ചവടക്കാരനായ വെണ്ടോർ സ്വദേശി കണ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 അപകടം. കടയുടെ മുൻപിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിൽ ഇടിച്ച ശേഷമാണ് കാർ കടയിലേക്ക് ഇടിച്ചു കയറിയത്. കാർ വരുന്നത് കണ്ട് കടയുടെ മുന്നിൽ നിന്നിരുന്ന 3 പേർ ഓടി മാറിയത് മൂലം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽ കട പൂർണ്ണമായും തകർന്നു. പത്തനംതിട്ട അടൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാർ ലോറിയിൽ ഇടിച്ചു. അപകടത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം അപകടത്തിന് കാരണമെന്നാണ് സംശയം. ജൂനിയർ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യക്ക് വെങ്കലം. 3ാം സ്ഥാനത്തിനായുള്ള മത്സരത്തിൽ അർജന്റീനയെ 4-2 തോൽപ്പിച്ചു. അങ്കിത് പാൽ, മൻമീത് സിംഗ്, ശർദാനന്ദ് തിവാരി, അൻമോൾ എക്ക എന്നിവർ ഇന്ത്യക്കായി ഗോൾ നേടി. ഒളിമ്പിക്സ് ജേതാവും മലയാളിയുമായ PR ശ്രീജേഷാണ് ഇന്ത്യയുടെ കോച്ച്. പ്രാഥമിക റൗണ്ടിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യ ക്വാർട്ടറിൽ ബെൽജിയത്തെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ചാണ് സെമിയിലെത്തിയത്.
ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം 2020 നാളെ രാത്രി 7 മണിക്ക് മൊഹാലിയയിലാണ് മത്സരം. ആദ്യ മത്സരം ജയിച്ച ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ഇറങ്ങുന്നത്. ആദ്യ T20യിൽ ഓപ്പണിംഗ് നിര പരാജയപ്പെട്ടപ്പോൾ മധ്യനിരയുടെ കരുത്തിലാണ് ഇന്ത്യ ഉയർന്ന സ്കോർ ഉയർത്തിയത്. ബൌളിംഗ് നിരയും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിൽ അഭിഷേക് ശർമ്മ, ശുഭ്മാൻ ഗിൽ, ഹാർദിക് പാണ്ഡ്യ, അർഷ്ദീപ് സിംഗ് തുടങ്ങിയ താരങ്ങളാണ് പ്രതീക്ഷ. മലയാളി താരം സഞ്ജു സാംസൺ കളിക്കുമോ എന്നതിലാണ് ആകാംക്ഷ. ഏഡൻ മാർക്രം നയിക്കുന്ന ദക്ഷിണാഫ്രിക്കൻ നിരയിൽ ട്രിസ്റ്റൻ സ്റ്റബ്സ്, ഡെവാൾഡ് ബ്രിസ്, ലുങ്കി എൻഗിഡി തുടങ്ങിയ താരങ്ങളാണ് കരുത്ത്. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ ഒരു ജയത്തോടെ മുന്നിലാണ്. ഇൻഡിഗോ സർവീസ് മുടങ്ങിയതിൽ കേന്ദ്ര സർക്കാരിന് ഡൽഹി ഹൈക്കോടതിയുടെ വിമർശനം. സ്ഥിതിഗതികൾ വഷളാവാൻ അനുവദിച്ചെന്ന് കോടതി നിരീക്ഷിച്ചു. ഒരു പ്രതിസന്ധി ഉണ്ടായാൽ മറ്റ് വിമാന കമ്പനികൾക്ക് എങ്ങനെ നേട്ടമുണ്ടാക്കാനാകുമെന്നും കോടതി ചോദിച്ചു. 5000 രൂപയുടെ ടിക്കറ്റ് നിരക്ക് എങ്ങനെയാണ് 40,000 ആയതെന്നും കോടതി ആരാഞ്ഞു. ടിക്കറ്റ് നിരക്ക് ഒറ്റ രാത്രി കൊണ്ട് കുതിച്ചുയർന്നതായും കോടതി ചൂണ്ടിക്കാട്ടി. വ്യോമയാന മന്ത്രാലയം സ്വീകരിച്ച തിരുത്തൽ നടപടി അംഗീകരിച്ച കോടതി അന്വേഷണ റിപ്പോർട്ട് ജനുവരി 22-നകം മുദ്രവെച്ച കവറിൽ സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു. യാത്രക്കാർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന പ്രതീക്ഷയും കോടതി പങ്കുവച്ചു. ഗോവയിൽ നിശ ക്ലബിലുണ്ടായ തീപിടുത്തത്തിൽ ഉടമകളായ ലൂത്ര സഹോദരന്മാർക്ക് അടിയന്തര ആശ്വാസമില്ല. പ്രതികളായ സൗരഭ് ലൂത്രയും ഗൗരവ് ലൂത്രയും സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ ഡൽഹി കോടതി ഗോവ സർക്കാരിന്റെ വിശദീകരണം തേടി. സർക്കാർ വേട്ടയാടുകയാണെന്നും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രതികൾ കോടതിയെ സമീപിച്ചത്. തങ്ങൾ ലൈസൻസുകൾ മാത്രമാണെന്നാണ് പ്രതികളുടെ വാദം. തീപിടുത്തത്തെ തുടർന്ന് മുങ്ങിയ പ്രതികൾ തായ്ലൻഡിലാണ്. തീപിടുത്തത്തിൽ 25 പേരാണ് മരിച്ചത്. തലയില്ലാത്ത മൃതദേഹം പുഴയിൽ കണ്ടെത്തിയതിന് പിന്നാലെ കലാപം. 2 സമുദായങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 170ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. സമൂഹ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം നീട്ടി. കളക്ടർ വിളിച്ച സമാധാന യോഗത്തിൽ സമുദായ നേതാക്കൾ പങ്കെടുത്തെങ്കിലും സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണത്തിലായില്ല. ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ടാണ് സ്ത്രീയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ വിശദീകരണം. ഡൽഹിയിൽ വായു മലിനീകരണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സുപ്രധാന ഉത്തരവിറക്കി ഡൽഹി പൊല്യൂഷൻ കൺട്രോൾ കമ്മിറ്റി. നഗരത്തിലെയും ഹോട്ടലുകളിലെയും റെസ്റ്റോറന്റുകളിലെയും തന്തൂർ അടുപ്പുകളിൽ വിറക് കരിയുന്നത് ഉപയോഗിക്കുന്നത് നിരോധിച്ചു. പകരം ഇലക്ട്രിക് ഗ്യാസ് സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ നിർദ്ദേശം നൽകി. തുറസായ സ്ഥലങ്ങളിൽ മാലിന്യം കത്തിക്കുന്നവർക്ക് 5000 രൂപയാണ് പിഴ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി 7 പേരെ ആക്രമിച്ച പുള്ളിപ്പുലിയെ വനം വകുപ്പ് പിടികൂടി. പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പുള്ളിപ്പുലിയെ 10 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് പിടികൂടിയത്. രാവിലെയാണ് പുള്ളിപ്പുലി ആളുകളെ ആക്രമിച്ചത്. പലതവണ മയക്കുമടി വെച്ച് പുലിയെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും വൈകിട്ടോടെയാണ് പുലിയെ പിടികൂടാൻ സാധിച്ചത്. നാഗ്പൂർ ജില്ലയിലെ പാർഡിയിൽ വനത്തോട് ചേർന്ന് കിടക്കുന്ന ജനസാന്ദ്രതയുള്ള ശിവനഗർ ഗ്രാമത്തിലാണ് ഇന്ന് രാവിലെ 6 മണിയോടെയാണ് പുള്ളിപ്പുലി ആളുകളെ ആക്രമിച്ചത്. പരിക്കേറ്റ 7 പേരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. പിടികൂടിയ പുലിയെ ഉൾക്കാട്ടിൽ തുറന്നുവിടാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. പേരെ ആക്രമിച്ച പുള്ളിപ്പുലിയാണ് വനം വകുപ്പ് പിടികൂടിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുള്ളിപ്പുലിയെ 7 പേരെ ആക്രമിച്ച പുള്ളിപ്പുലിയാണിത്. ഈ പുള്ളിപ്പുലിയാണ് വനം വകുപ്പ് പിടികൂടിയിരിക്കുന്നത്.
പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പുള്ളിപ്പുലിയെ 10 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് പിടികൂടിയിരിക്കുന്നത്. രാവിലെയാണ് പുള്ളിപ്പുലി ആളുകളെ ആക്രമിച്ചു തുടങ്ങിയത്. 7 പേരെയാണ് പുള്ളിപ്പുലി ആക്രമിച്ചത്. പലതവണ മയക്കുമടി വെച്ച് പുലിയെ പിടികൂടാനൊക്കെ ശ്രമിച്ചെങ്കിലും വൈകിട്ടോടെയാണ് പുലിയെ പിടികൂടാൻ സാധിച്ചത്. നാഗ്പൂർ ജില്ലയിലെ പാഡിയിൽ വനത്തോട് ചേർന്ന് കിടക്കുന്ന ജനസാന്ദ്രതയുള്ള ശിവനഗർ ഗ്രാമത്തിലാണ് ഇന്ന് രാവിലെ 6 മണിയോടെ പുള്ളിപ്പുലി ആളുകളെ ആക്രമിച്ചത്. 7 പേരെ ആക്രമിച്ചിട്ടുണ്ട്. പരിക്കേറ്റ 7 പേരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. പിടികൂടിയ പുലിയെ ഉൾക്കാട്ടിൽ തുറന്നുവിടാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,945 രൂപ, പവൻ 95,560 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,880 രൂപ, പവൻ 79,040 രൂപ. വെള്ളി ഗ്രാമിന് 197 രൂപ, കിലോ 1,97,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തില്ലെന്ന് SIT. മറ്റൊരു ദിവസം മൊഴിയെടുക്കാമെന്ന് SIT അറിയിച്ചു. ഉദ്യോഗസ്ഥരുടെ അസൗകര്യത്തെ തുടർന്നാണ് മൊഴിയെടുക്കുന്നത് മാറ്റിയത്. സ്വർണ്ണ കവർച്ചയിൽ അന്താരാഷ്ട്ര പുരാവസ്തു സംഘത്തിന് ബന്ധമുണ്ടെന്ന രമേശ് ചെന്നിത്തലയുടെ ആരോപണത്തിലാണ് മൊഴിയെടുക്കൽ. മൊഴി നൽകാൻ തയ്യാറാണെന്ന് രമേശ് ചെന്നിത്തല തന്നെയാണ് SITയെ അറിയിച്ചത്. പുരാവസ്തുക്കൾ കള്ളക്കടത്ത് നടത്തുന്ന അന്താരാഷ്ട്ര സംഘമാണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിലെന്ന് തനിക്ക് വിവരം ലഭിച്ചെന്ന് കാണിച്ച് രമേശ് ചെന്നിത്തല SITക്ക് കത്ത് നൽകിയിരുന്നു. 500 കോടിയുടെ ഇടപാടാണ് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് നടന്നതെന്നും ചെന്നിത്തല കത്തിൽ ആരോപിച്ചിരുന്നു. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിന്റെ FIR ഉൾപ്പെടെയുള്ള രേഖകൾ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ അപേക്ഷ പരിഗണിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതി വീണ്ടും മാറ്റി. രേഖാമൂലം എതിർപ്പറിയിക്കാൻ കൂടുതൽ സമയം വേണമെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് നടപടി. രേഖകൾ കൈമാറുന്നത് രഹസ്യ സ്വഭാവത്തിൽ നടക്കുന്ന അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് SIT വാദം. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നാണ് EDയുടെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് കേസിന്റെ FIRഉം മൊഴിപ്പകർപ്പുകളും ആവശ്യപ്പെട്ട് ED കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും വിചാരണ കോടതിയെ സമീപിക്കാൻ കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു. ദിലീപിനെ പിന്തുണച്ച UDF കൺവീനർ അടൂർ പ്രകാശിനെതിരെ വിമർശനവുമായി K മുരളീധരൻ. പ്രസ്താവന നിരുത്തരവാദപരമാണെന്ന് K മുരളീധരൻ പറഞ്ഞു. പാർട്ടി നിലപാട് വ്യക്തമായതാണ്. എതിരാളികൾക്ക് ആയുധം നൽകുന്നതായി പ്രസ്താവന. UDF കൺവീനറുടെ പ്രസ്താവന വോട്ടിങ്ങിനെ ബാധിച്ചിട്ടില്ലെന്നും K മുരളീധരൻ പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിന് നീതി കിട്ടിയെന്നായിരുന്നു UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണം. വിവാദമായതോടെ പ്രസ്താവന വളച്ചൊടിച്ചെന്നും അതിജീവിതയ്ക്കൊപ്പമാണെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കി.